أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദർസിൽ സൂറ ബഖറയുടെ സംഗ്രഹവും സൂറ ഫാത്തിഹയും സൂറ ബഖറയും തമ്മിലുള്ള ബന്ധവും ഒക്കെ തന്നെ വിവരിച്ചിരുന്നു. ഇന്നത്തെ ദർസിൽ അലിഫ് ലാം മീം എന്ന ആയത്തിന് കീഴിൽ ഹുസൂർ തിരുമനസ് നൽകിയ തഫ്സീറാണ് കേൾപ്പിക്കുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലിഫ് ലാം മീം ഈ അക്ഷരങ്ങൾ വെവ്വേറെ ഉച്ചരിക്കുന്നത് കൊണ്ട് ഇവയെ ഹുറൂഫെ മുഖത്താത്ത് അഥവാ ഡിസ്ജോയിൻറ്റഡ് ലെറ്റേഴ്സ് വിച്ഛിന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നു. 1 മുതൽ 5 അക്ഷരങ്ങൾ വരെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇത് ആകെ 14 അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, മീം, സ്വാദ്, റാ, കാഫ്, ഹാ, യാ, ഐൻ, ത്വാ, സീൻ, ഹ, ഖാഫ്, നൂൻ. ഇവയിൽ ഖാഫും നൂനും ഒറ്റയ്ക്ക് ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. മറ്റുള്ളവ 2 അതിൽ കൂടുതലോ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇവയുടെ അർത്ഥങ്ങളെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ എഴുതിയിരിക്കുന്നത് ഈ അക്ഷരങ്ങൾ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളുടെ പിന്നാലെ പോവരുതെന്നാണ്. ചിലർ എഴുതിയിരിക്കുന്നത് ഇവയുടെ ഉദ്ദേശ്യം വിശുദ്ധ ഖുർആനും അക്ഷരങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്, എന്നിട്ടും അത് അത്ഭുതകരമായ വചനങ്ങളാണ്, മുഅ്ജിസയാണ്. ഇത് മനുഷ്യൻ്റെ വചനങ്ങളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അറബികൾ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വചനങ്ങൾ നിർമ്മിച്ചില്ല എന്നാണ്. ചിലർ പറഞ്ഞു ഇത് സൂറത്തുകളുടെ പേരാണ്. ചിലർ ഇത് സൂറത്തുകളുടെ വിഷയങ്ങളിൽ അള്ളാഹു സത്യം ചെയ്തതാണ് എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ അക്ഷരങ്ങളെ ഖുർആനിക അധ്യായങ്ങളുടെ ആരംഭത്തിൽ വെക്കാൻ മാത്രം പ്രാധാന്യമർഹിക്കുന്ന അർത്ഥവത്തായ വിശദീകരണങ്ങളല്ല ഇവയൊന്നും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലർ ഈ അക്ഷരങ്ങളെ അർത്ഥമുള്ള വാക്കുകളുടെ സംഗ്രഹമാണെന്ന് അഭിപ്രായപ്പെടുന്നു. ഉദാഹരണത്തിന് അലിഫ് ലാം മീം അള്ളാഹു ജിബ്രീൽ മുഹമ്മദ്, അതായത് അള്ളാഹു ജിബ്രീൽ മുഖാന്തരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തൻ്റെ വചനമിറക്കി. എന്നാൽ എല്ലാ ഹുറൂഫെ മുഖത്താഴത്തിനും ഇത്തരം വിശദീകരണം ചേരുകയില്ല. ചിലർ ഈ അക്ഷരങ്ങൾക്ക് നൽകിയ അർത്ഥം ശേഷമുള്ള അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളെക്കുറിച്ചാണ് ഈ അക്ഷരങ്ങളിലുള്ളത് എന്നാണ്. ആ സിഫത്തുകളുടെ ആദ്യാക്ഷരമോ മറ്റേതെങ്കിലും സുപ്രധാനമായ അക്ഷരമോ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനായി എഴുതുകയുണ്ടായി. ഈ അർത്ഥമാണ് ഏറ്റവും കൂടുതൽ ശരിയായതും ഖുർആൻ്റെ അന്തസ്സിന് ചേർന്നതുമായ അർത്ഥം എന്ന് ഞാൻ പിന്നീട് വിവരിക്കുന്നതാണ്. ചിലർ ഈ അക്ഷരങ്ങൾ ആ ആയത്തുകളുടെ വിഷയങ്ങളുടെ സമയത്തെ സൂചിപ്പിക്കുന്നു എന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. അതായത് ഹുറൂഫെ മുഖത്തആത്തിൻ്റെ കണക്ക് നോക്കി എത്ര സംഖ്യ ലഭിക്കുന്നുണ്ടോ അത്ര കാലത്തെ സംബന്ധിച്ച് ആ സൂറത്തുകളിൽ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ അവസ്ഥയിലേക്ക് ആ സൂറത്തുകളിൽ പ്രത്യേകമായും സൂചന നൽകുന്നു എന്നവർ പറയുന്നു. ഈ അർത്ഥവും ശരിയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇതും ഞാൻ വിശദീകരിക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിശബ്ദത കുറഞ്ഞത് ഇതിനെ സത്യപ്പെടുത്തുന്നു. പാശ്ചാത്യ എഴുത്തുകാർ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പന പ്രകാരം ഖുർആൻ എഴുതി തയ്യാറാക്കിയ എഴുത്തുകാരുടെ പേരാണെന്ന് അഭിപ്രായപ്പെടുന്നു. അവർ അലിഫ് കൊണ്ട് അബൂബക്കർ, ഐൻ കൊണ്ട് അലി അല്ലെങ്കിൽ ഉമർ, സീൻ കൊണ്ട് സഅദ്, ത്വാ കൊണ്ട് തൽഹ, ഹാ കൊണ്ട് അബൂ ഹുറൈറ എന്നിങ്ങനെ പേര് നൽകുകയുണ്ടായി. ഈ അർത്ഥം ഇസ്ലാമിനെക്കുറിച്ച് അറിവുണ്ടെന്ന് വാദിക്കുന്ന എല്ലാ പാശ്ചാത്യ എഴുത്തുകാരുടെയും അജ്ഞതക്കുള്ള മറ്റൊരു തെളിവാണ്. രസകരമായ കാര്യമെന്തെന്നാൽ ഹാ കൊണ്ട് ഹസ്രത്ത് അബൂ ഹുറൈറയുടെ പേരാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് 3 വർഷം മുമ്പാണ് ഇസ്ലാം ആശ്ലേഷിച്ചത്.
എന്നാൽ ഹ എന്ന അക്ഷരമുള്ള സൂറ മറിയമും സൂറ ത്വഹയും രണ്ടും മക്കയിലാണ് അവതരിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അത് അവതരിച്ചിരുന്നു. ഇവ കൂടാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ നിന്നും തെളിയുന്നത് ഈ അക്ഷരങ്ങളും ഇൽഹാമിയാണ്, അതായത് വെളിപാടിലൂടെ ഇറങ്ങിയതാണെന്നാണ്. ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, ഈ സൂറത്തുകൾ മറ്റു സഹാബാക്കളെ കൊണ്ട് രചിപ്പിച്ചതാണെങ്കിൽ അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഊദു ബില്ലാഹ് ഇത്രമാത്രം ആളുകളെ താൻ കള്ളവാദിയാണെന്നതിന് സാക്ഷിയാക്കിയെന്നതാണ്. ബാക്കി ഖുർആൻ മുഴുവനും നഊദു ബില്ലാഹ് അദ്ദേഹമാണ് രചിച്ചതെങ്കിൽ ഈ സൂറത്തുകൾ സഹാബാക്കളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? എന്തിനാണ് ഒരു കള്ളത്തരത്തിന് ഇത്രമാത്രം സാക്ഷികളെ ഉണ്ടാക്കിയത്? ഒരു മന്ദബുദ്ധി പോലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ല. ഈ അക്ഷരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ വെളിപാടിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിനുള്ള തെളിവ് ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്നു. ബുഖാരി കിതാബെ താരീഖിലും തിർമിദിയും ഹാക്കിമും അബ്ദുല്ല ബിൻ മസൂദിൽ നിന്നും നിവേദനം ചെയ്യുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു വ്യക്തി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അതായത് വിശുദ്ധ ഖുർആൻ്റെ ഒരു അക്ഷരമെങ്കിലും വായിക്കുന്നുവോ അവൻ സ്വർഗാവകാശിയാവുന്നതാണ്. അവൻ്റെ ഈ നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അലിഫ് ഒരക്ഷരവും ലാം മറ്റൊരക്ഷരവും മീം മറ്റൊരക്ഷരവുമാകുന്നു. ഈ സാക്ഷ്യമുണ്ടായിരിക്കെ ഈ അക്ഷരങ്ങളെ എഴുത്തുകാർ തങ്ങളുടെ പേരിന് സൂചകമായി സൂറത്തുകളുടെ ആരംഭത്തിൽ വെച്ചു എന്ന് ഒരാൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക? രസകരമായ മറ്റൊരു കാര്യം, എഴുത്തുകാർ തങ്ങളുടെ പേരിൻ്റെ അടയാളമെന്നോണം ഈ അക്ഷരങ്ങൾ വെച്ചു എന്ന് വാദിക്കുന്നു. എന്നാൽ അലിഫ് ലാം മീം എന്നതിന് അവർ നൽകിയ അർത്ഥം അമർ അലി മുഹമ്മദ്, എനിക്ക് ഇത് എഴുതാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകിയിരിക്കുന്നു എന്നാണ്. ഈ അർത്ഥത്തിൽ ഒരാളുടെയും പേര് പ്രകടമാകുന്നില്ല. പിന്നെ ഇതെങ്ങനെയാണ് സൂചന നൽകുന്നത്? ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള ഹദീസിൽ നിന്നും അതിപ്പോൾ വിവരിക്കുന്നതാണ്. അലിഫ് ലാം മീമിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക വെളിപാടിൻ്റെ ഭാഗമാണെന്ന് തെളിയുന്നുണ്ട്. ബാക്കി പിന്നീട് അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ്. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.